Now we can discuss about significance, importance or advantages of training. So first one ആണ് increase in efficiency and productivity. അപ്പോൾ ട്രെയിനിങ് എങ്ങനെയാണ് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഇമ്പ്രൂവ് ചെയ്യുന്നത്? നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ ഒരു സ്കില്ല് എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്, ഓർ പുതിയൊരു നോളജ് ഓർ പുതിയൊരു ഇൻഫർമേഷൻ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഇമ്പാർട്ട് ചെയ്യുകയാണ്. അവരുടെ ജോബ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ട് എന്താ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊമോഷൻ്റെ കേസിലായി പുതിയ ഹയർ ജോബിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് റൂൾസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ ത്രൂ എന്താണ് അവർക്ക് ഫുൾ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ ഫുള്ളി എക്യുപ്ഡ് ആവും. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരുവിധ കൺഫ്യൂഷൻസും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വെൻ ദേ ഗെറ്റ് ഫുൾ ഇൻഫർമേഷൻ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ്, അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്താൽ അതെന്തിലേക്ക് നയിക്കും? പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിലേക്ക് നയിക്കും. നേരത്തെ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തി ആഫ്റ്റർ ട്രെയിനിങ് എന്താണ് മേ ബി 200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തേക്കാം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ട്രെയിനിങ്. സോ രണ്ടാമത്തെയാണ് എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്. അപ്പോൾ ട്രെയിനിങ് എന്തിനു സഹായിക്കുന്ന പറഞ്ഞാൽ ഈ പറഞ്ഞ വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കാം ഈ പറഞ്ഞ വേസ്റ്റേജ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നത്? ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളുടെ അമ്മ നിങ്ങളോട് 2 പേർക്കുള്ള അരി ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഉച്ചക്കത്തേക്കുള്ള 2 പേർക്കുള്ള അരി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരുവിധ ധാരണയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 ഗ്ലാസ് ഇടേണ്ട സ്ഥലത്ത് 4 ഗ്ലാസ് അരി ഇട്ടേക്കാം. അപ്പോൾ അവിടെ എന്താണ് എക്സ്ട്രാ 2 ഗ്ലാസസ് വേസ്റ്റേജ് ആയിട്ട് വരുവാണ്. നേരെ മറിച്ച് നിങ്ങളുടെ അമ്മ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നു, 2 പേർക്ക് ഇത്ര ഗ്ലാസ് അരി ഇടണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പറഞ്ഞു തന്നു എങ്കിൽ എന്താ അവിടെ ഒരു വേസ്റ്റേജ് ഇല്ല. അതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി നടക്കുന്ന എന്തിലൂടെ ആയിരിക്കാം? മെഷീൻസിലൂടെ ആയിരിക്കാം. അപ്പോൾ ഈ മെഷീൻസിലൂടെ ആണെങ്കിൽ ഓരോ മെഷീൻസിനും എന്താണ് കപ്പാസിറ്റി ഉണ്ട്, ഇത്ര കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര റോ മെറ്റീരിയൽസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ ഇത്ര അവേഴ്സ് മാത്രമേ റൺ ചെയ്യുള്ളൂ, വേണ്ട മെയിൻ്റനൻസ് കൊടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താണ് മെഷീൻസ് നമ്മൾ പ്രോപ്പർ രീതിയിൽ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ കപ്പാസിറ്റിക്ക് ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൽ റോ മെറ്റീരിയൽസ് ഇട്ടു എന്ന് വരാം. അപ്പോൾ എന്താ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു മെഷീൻ്റെ കപ്പാസിറ്റീനെ കുറിച്ചിട്ടും എപ്പോൾ മെയിൻ്റനൻസ് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എംപ്ലോയീസിന് ട്രെയിനിങ് ത്രൂ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? മെഷീൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേസ്റ്റേജ് ഉണ്ടാവില്ല ഇൻ ദ സെൻസ് ഇപ്പോൾ കപ്പാസിറ്റിക്ക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു മെഷീൻ്റെ ഓരോ മെഷീനിനും ഓരോ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ഈ കപ്പാസിറ്റിക്ക് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് എക്സസ് ആയിട്ട് ഇടുന്നതൊക്കെ വേസ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് ത്രൂ നമുക്ക് എന്ത് കുറക്കാം? വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാം. തേർഡ് വൺ ആണ് ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ്. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് പീരീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുപോലെ തന്നെ ലേണിംഗ് കോസ്റ്റും കുറവായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും തന്നിട്ടില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഒരു 6 മാസം നിങ്ങൾ മെഷീനിന് ഉള്ള ഡാമേജസ് മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. അതായത് ആദ്യത്തെ മാസം മേ ബി മെഷീൻ ഡാമേജ് ആയി എന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടതിലധികം കപ്പാസിറ്റിയിലധികം പ്രൊഡക്ട്സ് ഇട്ടു എന്ന് വരാം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഇട്ടു എന്ന് വരാം. അപ്പോൾ ഇതൊക്കെ എന്താണ്? നിങ്ങൾ ലേണിംഗ് സ്റ്റേജാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം 6 മാസം എടുക്കുന്നുണ്ട് നിങ്ങളൊരു മെഷീനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള പഠിക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് നേരത്തെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 6 മാസത്തിനുള്ളത് പഠിക്കുന്നത് 1 മന്തിനുള്ളിൽ പഠിച്ചു എന്ന് വരാം. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ എന്താണ് ലേണിംഗ് പീരീഡ് കുറക്കാം, അതുപോലെ തന്നെ കോസ്റ്റ് കുറക്കാം എന്ന് എന്തുകൊണ്ടായിരിക്കും പറയുന്നത്? ഇപ്പം നിങ്ങൾ ഈ 6 മാസത്തിനിടയിൽ പഠിക്കുമ്പം ഒരുപാട് ഡാമേജസ് മെഷീന് ക്രിയേറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ തരികയാണ്, ട്രെയിനിങ് ത്രൂ പ്രൊവൈഡ് ചെയ്യാണ്, ഇന്നത് ആണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ മെഷീൻസ്
യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ, മെയിൻ്റനൻസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടാവും. ഇന്നത് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ എന്നുള്ള ധാരണയുണ്ടാവും. അതുകൊണ്ട് തന്നെ മെഷീനിന് ഡാമേജസ് വരാനുള്ള സാധ്യത എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കോസ്റ്റും കുറക്കാൻ പറ്റും. സോ നമുക്ക് ഇൻ കൺക്ലൂഷൻ പറയാം, ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ് ഇസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. നെക്സ്റ്റ് വൺ ആണ് ലെസ് സൂപ്പർവിഷൻ. അതായത് ലെസ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഇൻ കമ്പയർഡ് ടു നോൺ ട്രെയിൻഡ് എംപ്ലോയീസ് ആണ്. അതായത് ഒരു വ്യക്തിനെ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഓരോ കാര്യത്തിലും ഡൗട്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ സൂപ്പർവൈസറിനെ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീനെ വീണ്ടും അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. നേരെ മറിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ബയാസ് റിഗാർഡിങ് ദി ടാസ്ക് ആൻഡ് ഓർഗനൈസേഷൻ എല്ലാം എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അധികം സൂപ്പർവിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ സൂപ്പർവിഷൻ കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് അവിടെ കോസ്റ്റും കുറയും. അപ്പോൾ ട്രെയിൻഡ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇവരെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അത് ട്രെയിനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു അൺട്രെയിൻഡ് അല്ലെങ്കിൽ നോൺ ട്രെയിൻഡ് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു സുപ്പീരിയർ ഇയാൾക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെന്താണ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാണ്. കാരണം നമ്മളൊരു സൂപ്പർവൈസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം ഇതിനായിട്ട്. നേരെ മറിച്ച് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ സൂപ്പർവൈസറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ട്രെയിൻഡ് എംപ്ലോയീസ് റിക്വയർ ലെസ് സൂപ്പർവിഷൻ. സോ നെക്സ്റ്റ് വൺ ആണ് ഹയർ എംപ്ലോയി മൊറൈൽ. അപ്പോൾ നേരത്തെ പറഞ്ഞു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഒരു പുതിയ സ്കിൽ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഫർമേഷൻ ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഗ്രേഡേഷൻ അവരിലേക്ക് എത്തിക്കുകയാണ്. അതായത് അവരുടെ പുതിയ ചേഞ്ചിങ് എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ എക്സിസ്റ്റിംഗ് സ്കില്ലിൽ നിന്ന് ഒരു ഇംപ്രൂവ്ഡ് സ്കില്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്ഡ് നോളജിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേജിൽ നിന്ന് ഒരു പുതിയ ഇംപ്രൂവ്ഡ് സ്റ്റേജിലേക്ക് എത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് അവരുടെ മൊറൈൽ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ മൊറൈൽ ഇംപ്രൂവ് ചെയ്ത ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മൊറൈൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ എന്താണ് ഓർഗനൈസേഷന് എന്തുകൂടെ അച്ചീവ് ചെയ്യാം? ബെറ്റർ പ്രോഫിറ്റ്സ് കൂടെ അച്ചീവ് ചെയ്യണം. കാരണം എന്താ ഇവർ ഇംപ്രൂവ്ഡ് അല്ലെങ്കിൽ മോർ ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ മോർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഹെൽപ്ഫുള്ളാണ്. നേരെ കുറച്ച് എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് ഹെൽപ്ഫുള്ളാണ്. കാരണം അവർ പുതിയൊരു സ്റ്റേജിലേക്ക് വരുവാണ്, ഇംപ്രൂവ്ഡ് സ്റ്റേജിലേക്ക് വരുവാണ്. നേരത്തെ ഉള്ള സ്റ്റേജിൽ നിന്നും ബെറ്റർ സ്റ്റേജിലേക്ക് അവരെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പ്രൊഫഷണലി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ബോത്ത് എംപ്ലോയറിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ് ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ ആണ് റിഡക്ഷൻ ഇൻ എംപ്ലോയി ഗ്രീവൻസസ്. അപ്പോൾ ഗ്രീവൻസസ് എന്ന് വെച്ചാൽ എന്താ കംപ്ലയിൻസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന പരാതികൾ. അപ്പോൾ ട്രെയിനിങ് എന്തിന് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്? ഈ പറഞ്ഞ ഗ്രീവൻസസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് കുറയ്ക്കുന്നതിന് ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് ന്യൂ എംപ്ലോയീസിന് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് ഈ പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടുള്ള സോഴ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് പുറത്തുനിന്നൊരു വ്യക്തിനെ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരില്ല, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു പുതിയ കാൻഡിഡേറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പുറത്തുനിന്നൊരു വ്യക്തിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ കംപ്ലയിൻസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഗ്രീവൻസസ് ഉണ്ടായിരിക്കാം. ലൈക്ക് അവരെ കൺസിഡർ ചെയ്യാതെയാണ് പുതിയൊരാളെ എടുത്തേ എന്നുള്ള ഒരു കംപ്ലയിൻറ്റ് വന്നേക്കാം. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ, അതായത് പ്രൊമോഷന് വേണ്ടിയുള്ള ട്രെയിനിങ് ഒക്കെ നേരത്തെ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്ക് പുറത്തുനിന്നൊരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇൻറ്റേർണൽ സോഴ്സിനെ തന്നെ എന്ത് ചെയ്യാം ഡിപ്പെൻഡ് ചെയ്യാം. അതുവഴി നമുക്ക് എന്താണ് കംപ്ലയിൻസ് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന കംപ്ലയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അടുത്ത അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഇൻ ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എംപ്ലോയീസിന് എന്ത് പ്രൊവൈഡ് ചെയ്യണം, മെഷീൻസൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിരിക്കണം. എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ മെയിൻ്റനൻസ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, അവർ നല്ല രീതിയിലായിരിക്കത്തില്ല മെഷീൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് മോശം രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലായിരിക്കും മെഷീൻസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം തെറ്റായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ കൊടുത്തിട്ടില്ല എങ്കിൽ, പ്രോപ്പറായിട്ടുള്ള റിപ്പയർ വർക്കൊക്കെ കൊടുത്തിട്ടില്ല, കറക്റ്റ് ടൈമിൽ കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ മെഷീൻ ഡാമേജ് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്, അല്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള ചാൻസും കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ അവരെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് പഠിക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, അത് ത്രൂ അവർക്ക് ഉണ്ടാവുന്ന ആക്സിഡൻറ്റ്സ് കുറക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടായാൽ എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു ആക്സിഡൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഷീൻ ഉണ്ടാവുന്ന ഡാമേജസ് കുറക്കാൻ പറ്റും, എല്ലാ ലോസസും എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. സോ അതാണ് ഈ പറഞ്ഞ അഡ്വാൻറ്റേജിൽ പറയുന്നത്, റിഡക്ഷൻ ഇൻ ആക്സിഡൻറ്റ്സ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. സോ അടുത്ത അഡ്വാൻറ്റേജ് ആണ് റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. അപ്പോൾ ലേബർ ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താ, ഒരു ഓർഗനൈസേഷനെ വിട്ട് പുതിയൊരു ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസ് പോകുന്നു, എംപ്ലോയീസ് പിരിഞ്ഞു പോകുന്നു. അതായത് അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ എന്തോ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർ പുതിയൊരു ഓർഗനൈസേഷൻ തേടി പോകുന്നു. അതിനെയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദെൻ ആബ്സെൻറ്റീസം എന്ന് വെച്ചാൽ എന്താ, അവർ ആ ഒരു വർക്കിലേക്ക് എന്താ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് ആബ്സെൻറ്റീസം എന്ന് പറയുന്നത്. അപ്പോൾ വരാതിരിക്കുന്നു, അതായത് അവർ വർക്കിംഗ് അവേഴ്സിൽ അവർ വരാതിരിക്കുന്നു, അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ അവരെന്ത് ചെയ്യുന്നു, വരാതിരിക്കുന്നതിനെയാണ് ആബ്സെൻറ്റീസം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ ട്രെയിനിങ് ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ആബ്സെൻറ്റീസം കുറക്കുന്നതിന് സഹായിക്കുന്നത്? നമ്മൾ എപ്പോഴാണ് ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ആബ്സെൻറ്റീസം ഉണ്ടാവുന്നത്, എപ്പോഴാണ് നമുക്ക് ആ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തത് കൊണ്ട് നമ്മൾ മേ ബി ജോബിൽ നിന്ന് മാറി നിന്നേക്കാം. അല്ലെങ്കിൽ ആ ജോബിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്കിൽസ് നമുക്കില്ല എങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ധാരണ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പേടിച്ചിട്ട് കൺഫ്യൂഷൻസ് കൊണ്ട് നമ്മൾ ആ ജോബിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചേക്കാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ പുതിയൊരു ജോബ് തേടി പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കാനുള്ള റീസൺ അതുകൊണ്ടാണ്. പക്ഷെ നേരെ മറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ ജോബ് ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടും എല്ലാത്തിനെക്കുറിച്ചും കിട്ടുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പോൾ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടുമ്പം ലേബർ ടേൺ ഓവറും ആബ്സെൻറ്റീസും ഒക്കെ ഒരു പരിധിവരെ കുറക്കാൻ പറ്റും. നേരെ മറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ലേബർ ടേൺ ഓവർ ഉണ്ടാവും, ആബ്സെൻറ്റീസവും സംഭവിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് ട്രെയിനിങ് ഒരു പങ്ക് വഹിക്കുന്നത്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിങ് വെച്ചാൽ എന്താ, പുതിയ സ്കിൽസ് ഒരു എംപ്ലോയീസിലേക്ക് ഇമ്പാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പുതിയൊരു എംപ്ലോയി ആവട്ടെ പഴയൊരു എംപ്ലോയി ആവട്ടെ അവരുടെ എക്സിസ്റ്റിംഗ് നോളജിൽ നിന്ന് പുതിയ ഹയർ ലെവൽ നോളജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, ഒരു പുതിയ സ്കിൽ ഇമ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് അവരുടെ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ നിന്ന്. ആഫ്റ്റർ ട്രെയിനിങ് എന്താണ്, അവർ ഒരുപാട് ഇൻഫർമേഷൻ സെക്യൂർ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇമ്പ്രൂവ്ഡ് സ്റ്റേജിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പേഴ്സണലി ആയാലും പ്രൊഫഷണലി ആയാലും അവരെന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് എന്താണ്, ഈ പറഞ്ഞ പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ എന്താണ്, കൂടുതലാണ്. ഹയർ ലെവൽ ജോബ്സ്, ഹയർ ലെവൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ജോബ്സ് ഒക്കെ കിട്ടാനുള്ള സാധ്യത എന്താണ്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ട്രെയിനിങ് പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഹെൽപ്ഫുള്ളാണെന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് ബെറ്റർ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ അവിടെ എന്താണ്, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും എന്തായിരിക്കണം, നല്ല രീതിയിലുണ്ടായിരിക്കണം. അതായത് അവർ തമ്മിൽ ഗുഡ് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ എന്താ, അവർ തമ്മിലുള്ള അടി ഉണ്ടാവുക അല്ലെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എംപ്ലോയർ പറയുന്ന ഒരു പോളിസി മേ ബി എംപ്ലോയി ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരാം, അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ കംപ്ലയിൻറ്റ്സ് ഗ്രീവൻസസ് പ്രോപ്പർ സമയത്ത് എംപ്ലോയർ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്ന് വരാം. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും. നേരെ മറിച്ച് എംപ്ലോയർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഓർഗനൈസേഷൻ ലോസിലേക്ക് പോകും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ബാഡായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ജനറലി 3 ലെവൽ ഓഫ് ഹൈറാക്കീസ് ആണുള്ളത്, ഹയർ ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു എംപ്ലോയീസിനെ ലോവർ ലെവലിൽ അപ്പോയിൻറ്റ് ചെയ്തു എന്നിരിക്കട്ടെ.
നമുക്കറിയാം ലോവർ ലെവലിലുള്ള എംപ്ലോയി അയാൾ ചെയ്യുന്ന വർക്ക് ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? മിഡിൽ ലെവലിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടില്ല. അതായത് വർക്ക് ചെയ്യുന്നതൊക്കെ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ വർക്കിനെ കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ ചെയ്യുന്ന വർക്ക് ഡയറക്റ്റ്ലി ആരോട് അപ്രോച്ച് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആരോട് പറഞ്ഞേക്കാം? ഹയർ ലെവലിലോട് ഡയറക്റ്റ്ലി പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ മിഡിൽ ലെവലിനെ ക്രോസ് ചെയ്തിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? അയാൾ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഹയർ ലെവലിലോട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ മിഡിൽ ലെവലും ലോവർ ലെവലും തമ്മിലുള്ള ബെറ്റർ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇത്തരത്തിലുള്ള ടെൻഡൻസീസ് ഒഴിവാക്കാൻ പറ്റും. അതായത് ഈ ലോവർ ലെവൽ എംപ്ലോയീന് നേരത്തെ നമ്മൾ ഇന്ന ആളോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് നേരത്തെ പ്രോപ്പറായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യില്ല? ഈ പറഞ്ഞ മിഡിൽ ലെവലിനെ ക്രോസ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് റിപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ക്ലൈമറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ട്രെയിനിങ് എന്താണ്? ഹെൽപ്ഫുള്ളാണ്. നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അത്യാവശ്യം വരുമ്പോൾ മാത്രം കൊടുക്കുന്നതല്ല. കമ്പനീസ് എന്താണ് ഓരോ പീരീഡ് വെച്ചിട്ട് ഈ പറഞ്ഞ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടാവും. 6 months കൂടുമ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവാം. 1 year കൂടുമ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കമ്പനി. സോ ട്രെയിനിങ് ത്രൂ എന്താണ് അവർ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി ഒരു വ്യക്തിനെ എൻറിച്ച് ആക്കിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ത്രൂ എന്താണ് അവർക്ക് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഭാവിയിൽ ഇൻ കേസ് ഓർഗനൈസേഷനിൽ ഹയർ പോസ്റ്റ് വരികയാണെങ്കിൽ അവർ പുറത്തുനിന്ന് ഒരു വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം ഓർഗനൈസേഷനിൽ ഓൾറെഡി അവരെന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിനെ എക്യുപ്ഡ് ആക്കുന്നുണ്ട് പുതിയ സ്കിൽസിലൂടെയൊക്കെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻറ്റേർണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ത്രൂ തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. സോ ദിസ് ആർ ദി ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. So hope you understood that.